അടിയോടടിയാണ്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. പ്രത്യേകിച്ചും AISF, AYF സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒപ്പം യൂത്ത് KSUവിൻ്റെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങളുണ്ടായി. രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകും ആ സംഘർഷ ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, പതിവില്ലാത്ത വിധം ഭരണമുന്നണിയിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. നേതാക്കൾ തമ്മിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുമൊക്കെ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അണികളിലേക്കത് എത്തിയിട്ടില്ല. അവർ എന്തായാലും തൽക്കാലം പ്രതിഷേധ വഴിയിൽ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. കാണാത്തൊരു കാഴ്ചയാണ്, കേൾക്കാത്ത മുദ്രാവാക്യമാണ് ഇപ്പോൾ എന്തായാലും കേൾക്കുന്നത്. ഭരണകക്ഷിയിലുള്ള പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കെതിരെ AISFും AYFും മുദ്രാവാക്യം മുഴക്കുകയാണ്. അതും വലിയ ഗൗരവത്തിലാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുക്കുന്ന നിലപാട് V ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു. അപ്പം നയവ്യതിയാനം ഉണ്ടായി. അത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മന്ത്രി പറഞ്ഞതാണ്. നയവ്യതിയാനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും വലിയ പ്രതിഷേധമാണ് AISF, AYF സംയുക്ത പ്രതിഷേധം എന്തായാലും ഈ ഓഫീസിന് മുന്നിൽ അരങ്ങേറിയത്. ആ ഘട്ടത്തിലൊക്കെ നമ്മൾ നേരത്തെ ദിവി സൂചിപ്പിച്ചതുപോലെ ഈ മുതിർന്ന നേതാക്കൾ കാര്യങ്ങൾ രമ്യതയിൽ നയപരമായി കാര്യങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഈ നിലപാട്, അതായത് ഇങ്ങനെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ കൃത്യമായി വിവരങ്ങൾ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു നിലപാടാണ് AISFും AYFും എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടി ഘടകവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവർ മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് അതിശക്തമായ പ്രതിഷേധത്തിന് കാരണമാക്കണമെന്നും ഇത്തരം നയവ്യതിയാനങ്ങൾ, ഇത്തരം ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധത്തിന് അയവൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് ഒരു Facebook പോസ്റ്റ് ഉണ്ടായിരുന്നത്. ശിവൻകുട്ടി മന്ത്രി തന്നെ Facebook ഹാൻഡിൽ പോസ്റ്റ് ചെയ്തതാണ്. അതിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് CPI മന്ത്രി GRLലുണ്ട്, ഒപ്പം ബിനോയ് വിശ്വമുണ്ട്. ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം രമ്യതയിൽ പരിഹരിക്കുമെന്ന സൂചന നൽകിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ ആ ചിത്രം അല്ലെങ്കിൽ ആ നിലപാട് അല്ലെങ്കിൽ ആ നയപരമായി പരിഹരിക്കാമെന്ന ഉറപ്പൊന്നും അതൊന്നും വകവെക്കേണ്ടതില്ല. ഈ എടുത്ത ഏകപക്ഷീയമായ നിലപാട് അത് പ്രതിഷേധാർഹമാണെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് AISFും AYFും ഇപ്പോൾ അവിടെ പ്രവർത്തകർക്കിടയിൽ വില പോകുന്നില്ല. അവർ വീണ്ടും മുദ്രാവാക്യം വിളികൾ ഉയർത്തുകയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.